സഫ ഗ്രൂപ്പ് പുലർത്തി വന്നിട്ടുള്ള ചില അടിസ്ഥാനപരമായ ചില മൂല്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് തീർച്ചയായിട്ടും ട്രാൻസ്പെറൻസിയാണ്. ബിസിനസ്സിൽ വളരെ തുറന്ന സമീപനം സഫ ഗ്രൂപ്പ് അതിൻ്റെ ഒന്നാം തീയതി മുതൽ തന്നെ അതിൻ്റെ ഒരു നയമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ദുരൂഹതയുമില്ലാതെ വളരെ ട്രാൻസ്പെറൻ്റായിട്ട് പ്രൊഡക്റ്റ് കൊടുക്കുന്നതിലും തയ്യാറാക്കുന്നതിലും അത് കൊടുക്കുന്നതിലും, പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അതിൻ്റെ സർവീസിലും എല്ലാം വലിയ സുതാര്യത ഗ്രൂപ്പ് പുലർത്തി വന്നിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയിലും അതിൻ്റെ പ്യൂരിറ്റിയിലും എല്ലാ അർത്ഥത്തിലും അതിൻ്റെ തുടക്കം മുതൽ തന്നെ വന്നിട്ടുണ്ട്. സർക്കാരുകൾ ഇപ്പം നമുക്കറിയാം, ജമ്മൻ ജ്വല്ലറി സെക്ടറിൽ തീർച്ചയായിട്ടും BIS ഹോൾമാർക്കിംഗ് സംവിധാനം നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് HUID എന്നുള്ള സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഈ BIS സംവിധാനവും HUID സംവിധാനവും ഒക്കെ തന്നെ വരുന്നതിനും എത്രയോ മുമ്പ് സഫ ഗ്രൂപ്പ് 1990 മുതൽ തന്നെ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേകമായിട്ടുള്ള QC സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നും അത് വലിയ ടെക്നോളജിയുടെ പിൻബലത്തോടുകൂടി ഓരോ പ്രോഡക്റ്റിൻ്റെ മുകളിലും ആ ഒരു ക്വാളിറ്റി ഉറപ്പുവരുത്താൻ, അത് സമൂഹത്തെ, ഉപഭോക്താക്കളെ ബോധ്യപ്പെടുത്താനും സഫ ഗ്രൂപ്പ് ശ്രമിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ട്രാൻസ്പെറൻസിയാണ് സഫ ഗ്രൂപ്പിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് എനിക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ബിസിനസ്സിൻ്റെ എല്ലാ തലത്തിലും ആ ഒരു ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും സഫ ഗ്രൂപ്പ് പുലർത്തി വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സഫ ഗ്രൂപ്പ് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് GST വകുപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള, പ്രോംപ്റ്റായിട്ട് അതിൻ്റെ കണക്കുകൾ അവതരിപ്പിക്കുന്നതിലും അത് തയ്യാറാക്കുന്നതിലുമൊക്കെ കാണിച്ചിട്ടുള്ള ആ ഒരു വൈഭവത്തിന് പ്രത്യേകമായിട്ട് തന്നെ സർട്ടിഫിക്കേഷൻ സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും സൊസൈറ്റിയുടെ മുമ്പിലും ഉപഭോക്താക്കളുടെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മുമ്പിലും ട്രാൻസ്പെറൻ്റ് ആവുക എന്നുള്ള, അക്കൗണ്ടബിലിറ്റി കാത്തു സൂക്ഷിക്കുക എന്നുള്ള വലിയ ഒരു പോളിസി തന്നെ തയ്യാറാക്കി മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണ് സഫ ഗ്രൂപ്പ്. ഇത്രയും ഒരു 360 ഡിഗ്രിയിൽ ജമ്മൻ ജ്വല്ലറി സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ളതൊക്കെ ഞാൻ സൂചിപ്പിച്ചു. റീറ്റെയിൽ മേഖലയിൽ സഫ ഗ്രൂപ്പുണ്ട്, ഹോൾസെയിൽ മേഖലയിൽ സഫ ഗ്രൂപ്പുണ്ട്, ആഭരണ നിർമ്മാണ മേഖലയിൽ, മാനുഫാക്ചറിങ് മേഖലയിൽ സഫ ഗ്രൂപ്പുണ്ട്, വ്യത്യസ്തമായിട്ട് അതിൻ്റെ എഡ്യൂക്കേഷൻ മേഖലയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇങ്ങനെ ജമ്മൻ ജ്വല്ലറി സെക്ടറിലെ ഒരു 360 ഡിഗ്രിയിൽ എല്ലാ തരത്തിലുള്ള അറിവുകളും പരിചയവും ജ്ഞാനവുമുള്ള കഴിവുറ്റ ടീം സഫ ഗ്രൂപ്പിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ സഫ ഗ്രൂപ്പ് കാലത്തിനനുസരിച്ച് അതിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങളും ചിട്ടപ്പെടുത്തി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ലോകം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ചേഞ്ച് അല്ല, ഡിസ്റപ്ഷൻ എന്നാണ് അതിനെക്കുറിച്ച് പറയപ്പെടുന്നത്. വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ മാറ്റങ്ങൾ എല്ലാ സെക്ടറിലും എന്ന പോലെ ജമ്മൻ ജ്വല്ലറി സെക്ടറിലും വലിയ അളവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും സഫ ഗ്രൂപ്പിനെ പോലെയുള്ള സ്ഥാപനം യഥാസമയങ്ങളിൽ മാറേണ്ട രൂപത്തിൽ മാറാൻ തയ്യാറാവുന്ന ഒരു സംവിധാനം ഇതിനെ അകത്ത് രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ടാണ് കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റുകൾ കൊടുക്കുന്നതിൽ അതിലെ വൈവിധ്യവൽക്കരണം, പ്രത്യേകിച്ച് ജമ്മൻ ജ്വല്ലറി സെക്ടറിൽ നമുക്കറിയാം, ഡിസൈൻ ഒരു സബ്ജക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഡിസൈനിൽ ഏറ്റവും നല്ല ഡിസൈൻ സംവിധാനിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറിയുടെ ഡിസൈൻ കോഴ്സ് പഠിച്ച വളരെ പ്രഗത്ഭരായിട്ടുള്ള ഡിസൈനേഴ്സ് സഫ ഗ്രൂപ്പിൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ജമ്മോളജി വളരെ ദുരൂഹമാണ് അതിൻ്റെ കാര്യം. സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വേണ്ട അളവിൽ അതിനെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലായ്മ യഥാർത്ഥത്തിലുണ്ട് ഇൻഡസ്ട്രിയിൽ. പക്ഷേ അതിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് എന്താണ് ഡയമണ്ട്, അല്ലെങ്കിൽ എന്താണ് ജമ്മോളജി, അല്ലെങ്കിൽ എന്താണ് ജെംസ്, ഇതിനെക്കുറിച്ചിട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി സമൂഹത്തിന് ബോധവൽക്കരിക്കാനും അങ്ങനെ അതിൻ്റെ ക്വാളിറ്റിയും പ്യൂരിറ്റിയും ഉറപ്പുവരുത്തി ആഭരണങ്ങൾ നിർമ്മിച്ച് നൽകാനും സഫ ഗ്രൂപ്പിന് കഴിയുന്നത് അതിൻ്റെ ഒരു പ്രൊഫഷണലായിട്ടുള്ള അതിൻ്റെ ഒരു സമീപനമാണ്.
ഓരോ സമയത്ത് വരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ എല്ലാ അർത്ഥത്തിലും, ഞാൻ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സർവീസിൻ്റെ കാര്യത്തിലും സഫ ഗ്രൂപ്പ് വളരെ കരുതലോടുകൂടി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഓരോ സമയത്തും അതിൻ്റെ റീറ്റെയിൽ ഷോപ്പുകളുടെ കാര്യം പറയുകയാണെങ്കിൽ റീറ്റെയിലിൽ അതിൻ്റെ ഇൻറ്റീരിയർ മുതൽക്ക് അതിൻ്റെ പ്രൊഡക്റ്റ് റേഞ്ച് മുതൽക്ക് അതിനകത്ത് നിൽക്കുന്ന എല്ലാ അർത്ഥത്തിലും വരുന്ന എല്ലാ കാര്യത്തിലും അത് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരോ ഷോപ്പുകൾ ഓരോ കാലങ്ങളിൽ യഥാകാലങ്ങളിൽ മാറ്റം വരുത്തുവാനുള്ള സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഈ 33-ാം വർഷം ആഘോഷിക്കുമ്പോൾ നമ്മുടെ തുടക്കത്തിലുള്ള സ്ഥാപനം, മേലാറ്റൂരിൽ നിന്ന് തുടങ്ങിയ സ്ഥാപനം, മേലാറ്റൂരിലെ സഫ ജ്വല്ലറി, അത് പുതുക്കി റിനോവേറ്റ് ചെയ്ത് അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ജാനുവരി 2024 ജനുവരി 20-ാം തീയതി നടക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. പല ഘട്ടങ്ങളിൽ സഫ ജ്വല്ലറിയുടെ ഓരോരോ സ്റ്റോറുകളും മാറ്റി വന്നിട്ടുണ്ട്. മേലാറ്റൂർ സ്റ്റോറും പലപ്പോഴും മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ പ്രൊഡക്റ്റ് റേഞ്ചിൽ തന്നെയാണ് വലിയ മാറ്റം. വ്യത്യസ്തമായിട്ടുള്ള പുതിയ പ്രൊഡക്റ്റുകൾ സമ്മാനിക്കാൻ സഫ ഗ്രൂപ്പിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പുതിയ കാലത്തിനനുസരിച്ച് പുതിയ ലോകമാണ്, പുതിയ തലമുറയാണ്, ന്യൂ ജനറേഷനാണ്. അവർക്ക് പുതിയ ജ്വല്ലറി വേണം, പുതിയ ആഭരണങ്ങൾ വേണം. ഇത് കാലികമായി വരുന്ന ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങളോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ എപ്പോഴും സഫ ഗ്രൂപ്പ് ശ്രമിച്ചു വന്നിട്ടുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മേലാറ്റൂരിലെ റിനോവേഷൻ നടക്കുകയാണ്. ആ റിനോവേഷനിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണം അതിൻ്റെ ഉദ്ഘാടന വേളയിൽ എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാൾ വരെയും 1990 മുതൽ ഈ 33 വർഷവും സഫ ഗ്രൂപ്പിന് ഏതോ അർത്ഥത്തിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ആ സേവനങ്ങൾക്ക് അകമഴിഞ്ഞ സഫ ഗ്രൂപ്പിന് വേണ്ടി, സഫ ടീമിന് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. സഫ ജ്വല്ലറി